മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ PJ കുര്യനാണ് ഇന്ന് ന്യൂസ് 18 കേരളത്തിന്റെ മീറ്റ് ദ ലീഡറിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം ശ്രീ PJ കുര്യൻ. എന്തായാലും തിരക്ക് പിടിച്ച് പ്രചാരണം ഉണ്ടോ ഇത്തവണ? ഉണ്ടല്ലോ, തുടങ്ങിയല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം, UDFന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയാം 100 സീറ്റുകളാണ്. അത് താങ്കളുടെ ഒരു കണക്കൂട്ടൽ എത്രയാണ്? എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ 100 പ്ലസ്സാണ് പറയുന്നത്, 100+ ഞാൻ പറയുന്നത്. കാരണം അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ വെറുത്തിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കോൺഗ്രസ്സുകാരെല്ലാം ഒരുപാട് മെച്ചമാണ്, അതുകൊണ്ടാണെന്ന് അല്ല. അതിനേക്കാൾ ഉപരിയായി ഞങ്ങളെ ജയിപ്പിക്കാൻ പോകുന്നത് CPM ആണ്, അവരുടെ ദുർഭരണം. രണ്ടാമത്തെ കാര്യം, CPM തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്, ഒന്നുകൂടെ അധികാരത്തിൽ വന്നാൽ പാർട്ടി തന്നെ ഇവിടെ ഇല്ലാതാകുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ സ്ഥിതി എന്താ? ഒരു കണ്ടിന്യൂസ് ഭരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തളർത്തി ഇല്ലാതാക്കി. അവിടെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതിൽ കാര്യത്തിൽ ഒരു സംശയമില്ല. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും UDFകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നലെ ഞാൻ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ബിഷപ്പുണ്ട്, നമ്മുടെ കൂറലോസിലും. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. അതെന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ആളാ, വാദിക്കുന്ന ആളാ ഉണ്ടല്ലോ. അത് ഇടതുപക്ഷ ഒരു തിയോളജി ഉണ്ടല്ലോ, ക്രിസ്ത്യൻ തിയോളജിയുമായി ലിങ്ക് ചെയ്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നല്ല ഒരു ബിഷപ്പാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി അധികാരത്തിൽ വരാതിരിക്കുന്നതാണ് ഇടതുപക്ഷത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം UDFന്റെയും കോൺഗ്രസിന്റെയും വോട്ട് മാത്രമല്ല, അപ്പുറത്തെ വോട്ടുകൂടെ കിട്ടിയിരുന്നു 100+. താങ്കൾ ഇടയ്ക്ക് പറഞ്ഞു അത് കോൺഗ്രസിന്റെ മിടുക്കല്ല, പക്ഷെ CPMന്റെ മിടുക്കാണ്. അതെ, 100+ സീറ്റ് കിട്ടുക എന്ന് പറയുന്നതിനകത്ത് ആ പ്ലസ് ഞാൻ ചേർത്തത്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് 100 പറയുന്നുണ്ട്, വേറെ ഞാൻ പ്ലസ് ചേർത്തത് CPMൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന വോട്ടുകൂടെ ചേർത്താണ് ഞാൻ പ്ലസ് എന്ന് പറഞ്ഞു, 100+. ആ പ്ലസ് കിട്ടുന്നത് ഇടതുപക്ഷത്തു നിന്ന് കിട്ടുന്ന ആനുകൂല്യമാണ്. ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ അവസാനം ഫീൽഡിൽ വന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. UDFന്റെ മറ്റ് ഘടകകക്ഷികൾ അതിനു മുമ്പേ തീരുമാനിച്ചിരുന്നു, പക്ഷേ കോൺഗ്രസിൽ ഇത് നീണ്ടുപോയി. അതുകൊണ്ട് ഈ ഒന്നാമത്തെ കാര്യം, ഇത്തവണ തെരഞ്ഞെടുപ്പിന് അധികം പ്രചാരണ ദിവസങ്ങളില്ല. ഈ ജനങ്ങളിലേക്ക് ഒന്നുകൂടെ ഒന്ന് വിശദമായി പറയേണ്ടതല്ലായിരുന്നു എന്താണ് സംഭവിച്ചത്? ഓക്കെ, അത് മനസ്സിലായി. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ശ്രീ മഞ്ജുവിനോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ്സിൽ എന്നാണ് നീളാതെ പോയിട്ടുള്ളത്? ഇതിന് എന്നും കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥിത്വം നീളും. കാരണം ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഒന്നിലധികം ചിലർ തരഡസൻ സ്ഥാനാർത്ഥികളെ എടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഓരോ എടുത്താൽ ഒരു 5 പേര് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് കോൺഗ്രസിനകത്ത് എടുക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരെ കൂടെ ഉൾക്കൊണ്ടും ചർച്ച ചെയ്തും ഒക്കെ തീരുമാനം എടുക്കാൻ അതിൻ്റേതായ സമയമെടുക്കും. CPMന് ആ പ്രശ്നമില്ല. CPMന് ഒരു സിംഗിൾ നേതാവ്, ഡിക്റ്റേറ്റർ പോലും നേതാവാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നു, അതെല്ലാവരും അനുസരിക്കുന്നു. ആരും സീനിയർ പാർട്ടിക്കാരോ പാർട്ടി സെക്രട്ടറി പോലും, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ME ഗോവിന്ദൻ പോലും ചോദ്യം ചെയ്യത്തില്ല. പണ്ടത്തെ CPMന്റെ സിസ്റ്റമാണെങ്കിൽ സെക്രട്ടറിയാണ് നമ്പർ 1, പിന്നെ അതിൻ്റെ താഴെയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ അത് റിവേഴ്സായി. അപ്പോൾ ആരും ചോദ്യം ചെയ്യാനില്ലാത്തതുകൊണ്ട് CPMൽ എളുപ്പമാണ്. എന്നാൽ കോൺഗ്രസ്സിൽ ലേറ്റ്, ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മ 2006 എനിക്ക് തോന്നുന്നത്, ഈ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തി പ്രചരണം തുടങ്ങിയതിന് ശേഷം പോലും ഇപ്പോൾ ആറന്മുള നിയോജകമണ്ഡലത്തിൽ ശിവദാസൻ നായരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് ശിവദാസ് നായർ പ്രചരണം തുടങ്ങി പോസ്റ്റർ പിടിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശിവദാസ് നായരെ പിൻവലിച്ച് സരളാദേവിയെ ആക്കിയത്. സരളാദേവി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, അത് കോൺഗ്രസ്സിൽ ഒരു ജനാധിപത്യ പാർട്ടിയുണ്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളതുകൊണ്ടും കൂടുതൽ നേതാക്കന്മാർ സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ടും ഉള്ള സ്വാഭാവികമായൊരു കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാധിക്കില്ല. രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പറയാം, ഈ പ്രാവശ്യം ഇടതുപക്ഷവും സ്ഥാനാർത്ഥിത്വത്തിനകത്ത് ഡിലേ വരുത്തി. അവിടെ അവസാനത്തെ 5 സ്ഥാനാർത്ഥികളെ നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ തലേദിവസമാണ് അവർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ ഡൽഹി ചർച്ചയിൽ എല്ലാ ശ്രദ്ധയും പോയത് K. സുധാകരനിലേക്കാണ്. അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിച്ചു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു ചർച്ചയിൽ ഞാൻ തുറന്നു പറഞ്ഞാൽ എന്നോട് പണം കരുത്. അതിനകത്ത് മാധ്യമങ്ങളുടെ ഒരു വലിയ തെറ്റായ പ്രചരണം അതിനകത്ത്. മാധ്യമങ്ങൾക്ക് ആ മാധ്യമങ്ങൾ എപ്പോഴും വാർത്തയ്ക്ക് വേണ്ടി നോക്കും. അല്പം കിട്ടിയാൽ ഇച്ചിരി പൊടിപ്പും തൂങ്ങലും ഒക്കെ വെച്ചിട്ട് അത് വാർത്തയാക്കും. ഒരു ചെറിയ കിട്ടിയാൽ അതൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെ വന്ന ഒരു കാര്യം എനിക്ക് അടിസ്ഥാനപരമായി എനിക്ക് പറയാനുള്ള കാര്യം, ഒന്ന്, സുധാകരൻ
മുൾമുനയിൽ നിർത്തുന്നു. 2 സുധാകരൻ പ്രതികരിക്കും. 3 സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും. സുധാകരൻ 15 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. ഇത് ഓരോ ചാനലിൽ വന്ന ഏതെങ്കിലും സമയത്ത് സുധാകരൻ ഇത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങൊരു കാര്യമേ സുധാകരൻ പറഞ്ഞു. ആകെ സുധാകരൻ ചെയ്തത് എന്താണ്? അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സംസ്ഥാന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന് താല്പര്യം. ഇന്നല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം. പക്ഷേ ആ ആവശ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ വാർത്തകളുണ്ടാക്കി അതിന് ഒരു കാരണം ഡിസിഷൻ അല്പം നീണ്ടതാണ്. അത് ഞാൻ ഡിസിഷൻ നീണ്ടതും സുധാകരനുമായിട്ട് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഡിസിഷൻ നീണ്ടത് യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്ന് 2ഉം 3ഉം എലിജിബിൾ കാൻഡിഡേറ്റ്സിൻ്റെ പേര് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യം 55 സ്ഥാനാർത്ഥികളെ ഒറ്റയ്ക്ക് അറിയാമല്ലോ, ഒറ്റ ഉള്ളത് അനൗൺസ് ചെയ്തു. പിന്നീട് 2ഉം 3 സ്ഥാനാർത്ഥികളാണ് മിനിമം ഓരോ മണ്ഡലത്തിലേക്കും അവിടെ ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ചർച്ച വേണം. ഇലക്ഷൻ കമ്മിറ്റിയുള്ള എല്ലാവർക്കും കേരളത്തിലെ സ്ഥിതി അറിയാവുന്നവരല്ല. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായ ചുമതല കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അവരുടേതായ സബ്ജക്റ്റീവായിട്ടുള്ള വ്യൂവും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് തീരുമാനമെടുക്കാൻ ഇച്ചിരി താമസം വരും. അതെല്ലാം സുധാകരൻ്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. സുധാകരനെ അനാവശ്യമായിട്ട് ഒരുപാട് പഴി പറയുന്ന രീതിയിലേക്ക് ആയിപ്പോയില്ലേ? സുധാകരൻ ഒരു സൈഡ് ലൈൻ ചെയ്ത പോലെ ആയില്ലേ? ഇല്ല, ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം. അദ്ദേഹം നിരാശനാണ് എന്തായാലും. അല്ലല്ല, ഞാൻ അതിനകത്തൊരു കാര്യമാണ്. സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. പക്ഷേ KPC സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലാക്കി. അപ്പോൾ സൈഡ് ലൈൻ ചെയ്തൊന്നൊരു കാര്യമേ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം വളരെ സീനിയറായ നേതാവ്. പിന്നെ സുധാകരൻ കോൺഗ്രസിൻ്റെ ഒരു എന്താ പറയുന്നത്, സജീവ നേതാവിൽ ആവേശമാണ്. ഇപ്പം സുധാകരനുള്ള പ്രത്യേകത, കോൺഗ്രസ്സുകാർക്ക് സുധാകരൻ ഒരാവേശമാണ്. ഒരു നേതാവ് മാത്രമല്ല, ഒരാവേശമല്ല. CPM-നോടും പിണറായി വിജയനോടും ശരിക്കും ഫൈറ്റ് ചെയ്യാൻ ഉള്ള ആ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി മൈൻഡ് ഉള്ളതും അത് പ്രകടിപ്പിക്കുന്നതുമായ ആളാണ് സുധാകരൻ. അപ്പോൾ സുധാകരന് തീർച്ചയായും അങ്ങേയറ്റത്തെ അംഗീകാരം ലഭിക്കേണ്ട ആളാണ്. എൻ്റെ നല്ല സുഹൃത്ത്, എനിക്ക് വളരെ ബഹുമാനമാണ് അദ്ദേഹത്തോട്. ന്യായമായ ഒരു ആവശ്യമായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു എന്ന് പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യം ന്യായമായിരുന്നു. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ആവശ്യം AICC ഒരു തീരുമാനമെടുക്കുന്നു, MP-മാർ മത്സരിക്കണോ വേണ്ട എന്നുള്ളത്. അതൊരു പോളിസി മാറ്ററാണ്. കാര്യം MP-മാർ മത്സരിക്കണമെങ്കിൽ MP-മാർ നിന്നാൽ ജയിക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഉറപ്പ്, ഒരു സംശയമില്ലാതെ MP-മാരുണ്ട്. നോമിനേഷൻ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി ജയിക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ MP-മാർ കൊടുക്കണം എന്ന് തീരുമാനമെടുത്താൽ ഒരു MP-ക്കല്ല, അതിനകത്ത് കൂടുതൽ MP-മാർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ AICC എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് തന്നെയല്ല, അവിടെ MP-മാരെ നമുക്ക് വേണം ഡൽഹിയിൽ. 2 MP-മാർ അത്രയും മാറുമ്പോൾ അവിടെ എല്ലാം ബൈ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ആ ബൈ ഇലക്ഷനെ നേരിടണം, അതിൻ്റെ കോംപ്ലിക്കേഷൻ. ഇതെല്ലാം ഒരു പാർട്ടി എന്ന നിലയിൽ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ പാർലമെൻറ്റിൽ ശ്രീ മോഡിയോടും BJP-നോടും ഫൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ടി നഖശികാന്തം ഫൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ MP-മാരുടെ എണ്ണം അവിടെ കുറയ്ക്കുന്നതിനോടും യോജിപ്പില്ല. അപ്പോൾ AICC എല്ലാ ആസ്പെക്റ്റും പരിശോധിച്ചിട്ടാണ് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്ത് ആ തീരുമാനം ഫൈനലായി അറിയിച്ചപ്പോൾ സുധാകരൻ പൂർണ്ണമായും സമ്മതിച്ചു. അപ്പോൾ അതല്ലേ വേണ്ടത്. അപ്പോൾ സുധാകരന് കാണിച്ച ഒന്ന് നല്ല മാതൃകയാണ് എന്നാണ് എൻ്റെ. സുധാകരന് മാത്രമായിട്ട് ഇളവ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? അതെ, അത് സ്വാഭാവികമായിട്ട് മറ്റാവശ്യങ്ങളുണ്ടല്ലോ, അറിയാമല്ലോ. അടൂർ പ്രകാശ് കോന്നിയിൽ താല്പര്യമുണ്ട്, കോന്നിയിൽ നല്ല സ്ഥാനാർത്ഥി, അതുപോലെ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമായി ഒരാൾക്ക് വേണ്ടി എക്സെപ്ഷൻ കൊടുക്കണം അല്ല, കാര്യമില്ല. സുധാകരൻ പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള ആളാണ്, വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ, ഇപ്പോൾ ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് വലിയ കാര്യമായിട്ട് തന്നെയുണ്ട്. അപ്പോഴും ജനങ്ങൾക്ക് ഈ ഓൾട്ടർനേറ്റീവിൻ്റെ കാര്യം UDF മാത്രമേ ഉള്ളൂ, BJP അങ്ങനെ ഒരു ഭരണത്തിലേക്ക് വരികയൊന്നുമില്ല. അപ്പോൾ ഈ സമയത്തും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. ശരിയാണ്, പറയാം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എല്ലാ തവണയുമെന്ന്. പക്ഷേ എങ്കിലും ജനങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു ഇന്നയാളാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന്. പക്ഷെ ഇത്തവണ അതില്ല. അല്ലാതെ യഥാർത്ഥത്തിൽ
ഒരു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിക്കില്ല. ഒരു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ട്രഡീഷണൽ. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ, റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് MLA-മാരോട് ഓരോ, ഞാൻ ഈ ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ട്, ഓരോ MLA-മാരോടും സംസാരിച്ചിട്ട് അവരുടെ വ്യൂ എല്ലാം എടുത്തിട്ട് MLA-മാരുടെ ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ട് ആണ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആ രീതിയിൽ തന്നെ അതാണ് കോൺഗ്രസിൻ്റെ രീതി. ഇവിടെ ഇപ്പോഴും ആ രീതിയാണ്. ആ രീതിക്ക് മാറ്റം വരേണ്ട ഒരാവശ്യവും ഇല്ല. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 2 തവണയും നമ്മൾ ഒരുപാട് പാസ്റ്റിലേക്ക് പോകണ്ട. കഴിഞ്ഞ 2 തവണയും UDF അധികാരത്തിൽ വന്ന സമയത്ത് ഇന്നയാളായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അത് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ 91-ലെ കാര്യം എടുക്കുകയാണെങ്കിൽ K. കരുണാകരനായിരിക്കുമെന്ന്, 2001-ലെ കാര്യം എടുക്കുകയാണെങ്കിൽ AK ആന്റണി, 2011-ലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ആയിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അങ്ങനെ ഒരു വ്യൂ പോയിന്റ് അല്ലേ? അല്ല, അതിനകത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് ഈ 1991-ലും 2001-ലും 2011-ലും ഒക്കെ വരുന്ന സമയത്ത് അന്നൊന്നും ഹൈക്കമാൻഡ് ആരാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടില്ല, അഡ്വാൻസായി പറഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ ഒരു പെർസെപ്ഷൻ, ജനങ്ങളുടെ പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. കരുണാകരൻ അതൊരു പെർസെപ്ഷനായിരുന്നു, ആന്റണി മറ്റേ ഉമ്മൻചാണ്ടി. ആ പെർസെപ്ഷൻ യാഥാർത്ഥ്യമായി വന്നു എന്നുള്ളതാണ്. ആ പെർസെപ്ഷൻ യാഥാർത്ഥ്യമായി വന്നതുകൊണ്ടാണ് ഇപ്പോഴ് മഞ്ജു ഇത് പറയുന്നത്. പക്ഷെ അവിടെ വേറൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാം തൊട്ട് മുൻപുള്ള LDF സർക്കാരിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവുമായിരുന്നു. K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് VD സതീശൻ ഒരു കാര്യമാണ് ജനങ്ങളുടെ മനസ്സിൽ. പ്രതിപക്ഷ നേതാവ് ആകില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഒരു കൺഫ്യൂഷൻ. അല്ല, കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാര്യം മുഖ്യമന്ത്രി, ഇതിനിപ്പോൾ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയാകാൻ അർഹരായ ഒന്നിലധികം നേതാക്കന്മാരുണ്ട്. മനസ്സിലായല്ലോ? ഒന്നിലധികം നേതാക്കന്മാരുണ്ട്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായം എടുത്തിട്ട് MLA-മാരുടെ അഭിപ്രായം കൂടെ എടുക്കണം. ഇപ്പോൾ MLA-മാരും ആയിട്ടില്ല. അപ്പോൾ ഹൈക്കമാൻഡ് നേരത്തെ, ഞാൻ ചോദിക്കട്ടെ, ഹൈക്കമാൻഡ് നേരത്തെ ഒരാളെ മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് ജനാധിപത്യമാണോ? അത് ജനാധിപത്യമാണോ? ഞാനിപ്പോൾ യഥാർത്ഥത്തിലുണ്ടല്ലോ, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, CPM ചെയ്ത് ജനാധിപത്യമാണോ? യഥാർത്ഥ ജനാധിപത്യം എന്തുവാ? CPM-ന്റെ MLA-മാർ കൂടി ആരാണ് ലീഡറെ തിരഞ്ഞെടുക്കുന്നതാണോ ജനാധിപത്യം? അല്ല, നയിക്കുന്ന ഓക്കെ, ഒരു മത്സരത്തിൽ തന്നെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുന്നല്ലോ. അല്ലല്ല, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അതിനകത്തൊരു തടസ്സമില്ല. പക്ഷെങ്കിൽ അതിന് ഞങ്ങൾ നയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നയിക്കുന്ന ആളായിട്ടല്ല, മൂന്നാം പിണറായിയുടെ മൂന്നാം ഊഴം എന്നാണ് പറയുന്നത്. എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി ആണെന്ന് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ജനാധിപത്യമില്ലായ്മ. അതെ, അത് ഞാൻ സമ്മതിച്ചു, തന്നെ പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താണ്? MLA-മാരെടുത്തിട്ട് MLA-മാരുടെ അഭിപ്രായം കൂടെ എടുത്തിട്ട് ആരാ ലീഡറെന്ന് തീരുമാനിച്ചാൽ, ഞാൻ പറയാം ഒരു കാര്യം ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒറ്റയ്ക്ക് അഭിപ്രായം രഹസ്യമായി എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പിണറായി വിജയൻ്റെ പേര് വരുമെന്ന്? ഉണ്ടാവില്ല. അപ്പോൾ അതേ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്നയാളാ മുഖ്യമന്ത്രി എന്ന് ആദ്യം പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. പകരം MLA-മാരുടെ സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോകുന്നതിന് കാരണവും ആ ഒരു ഘടകം കൂടി വരും. അവർക്ക് താല്പര്യമുള്ള ആളുകളെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം തലയെണ്ണുമ്പോൾ ഞങ്ങളോടൊപ്പം മഞ്ജു, അതെല്ലാം ജനാധിപത്യത്തിൻ്റെ എന്താ പറയുന്ന നെസസറി ഹസാർഡ് ഉണ്ടല്ലോ. ഒരു ജനാധിപത്യത്തിൽ സ്വാഭാവികമായി വരുന്ന കാര്യം അത്. അപ്പം 4 നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ താല്പര്യമുള്ളവർ അതിനുവേണ്ടി അവരുടെ ആളുകളെ കാൻവാസ് ചെയ്യുക എന്ന് പറയുന്നതും അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതും അത് ജനാധിപത്യത്തിൻ്റെ സ്വാഭാവിക പ്രോസസ്സാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുമ്പോൾ അർഹരായ മുഖ്യമന്ത്രിയാകാൻ അർഹരായുള്ളവർ, അവർക്ക് താല്പര്യമുള്ളതും വിജയസാധ്യതയുള്ള ആളുകളുടെ പേര് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് സ്വാഭാവിക പ്രോസസ്സാണ് ഡെമോക്രസിയിൽ. അല്ല, വിജയസാധ്യത അവർ നോക്കും. വിജയസാധ്യത നോക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയോട് ശരിക്കും നോക്കിയിട്ടാണ് പറയുന്നത്.
അതുകൊണ്ട് അത് അവരുടെ ഒരു ഡിസിഷനല്ലേ, അവരുടെ അഭിപ്രായമല്ലേ, അവർ നേതാക്കന്മാരല്ലേ, പറയാൻ അഭിപ്രായമുണ്ട്. അതിൻ്റെ പേര് ഡിസ്കഷൻ അല്പം നീണ്ടിരിക്കാം. അതൊന്നും ഒരു ദോഷമല്ല, അതൊന്നും ദോഷം ചെയ്യത്തുമില്ല. അതൊക്കെ ജനാധിപത്യത്തിലെ സ്വാഭാവികമായ ഡെവലപ്മെൻറ്റ്സാണ്. അത് ജനാധിപത്യം ഉൾക്കൊള്ളണം. എല്ലാവരെയും കൂടി ഒരേ അഭിപ്രായത്തിലാക്കി ഒരു അച്ചുതണ്ട് പോലെ ഒരാളെ ഒരു രീതിയിൽ നിർത്താനാണെങ്കിൽ അത് ജനാധിപത്യമല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ. കെ സുധാകരൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വരുന്നതാണ് നല്ലതെന്നാണ്. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായപ്പാട് നടത്തിയിരുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനു മുൻപ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ പോയ ഒരാളാണ്. 2011 ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല. ഞാനൊക്കെ അറിയാം. ഇന്നലെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല സ്റ്റേജിലുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ്. മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി ചിലപ്പോൾ, അത് നിങ്ങൾ നോട്ട് നോക്കൂ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമെന്നാണോ? അല്ല, ആകാവുന്ന ആളാണ്. അങ്ങനെ ആകാവുന്ന ആളുകൾ രമേശ് ചെന്നിത്തലയല്ല, വി ഡി സതീശനുണ്ട്, വേറെയും പേരുകളുണ്ട്. മുഖ്യമന്ത്രി ആകാവുന്ന വേറെയും പേരുകളുണ്ട്. ആകാം എന്ന് പറഞ്ഞാൽ ആണ് എന്ന് പറയുന്നത് തമ്മിൽ എന്തോ ഒരു വലിയ അർത്ഥവ്യത്യാസമാണ്. ആണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് തെറ്റാണ്. ഞാനൊരു കാര്യം പറയാം. നേരത്തെ ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു യോഗം ഒരു ഈ രാഷ്ട്രീയമല്ല, ഒരു സാമൂഹിക സാംസ്കാരിക യോഗമാണ്. ആ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, പി ജെ കുര്യൻ സാറ് വേണേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനപ്പം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മോഹമില്ലത്. ആകാം എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ ആകുമെന്നോ ആണെന്നോ ആണോ അർത്ഥം? അത്രേ ഉള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തായാലും അയോഗ്യതയില്ല. രമേശ് ചെന്നിത്തലയ്ക്കും അയോഗ്യതയില്ല. ശ്രീ വി ഡി സതീശനും ഈ കാര്യത്തിൽ അയോഗ്യതയില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ നേതാക്കൾ ഇവിടെ വന്ന് MLA-മാരുടെ അഭിപ്രായം കൂടി എടുത്തിട്ട്, അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, എടുത്തിട്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. ഇതാണ് അതിനകത്ത്. അതിലേക്ക് മറ്റൊരാൾ വരുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളുമുണ്ട്. KC വേണുഗോപാലിന്റെ പേരാണ്, തുറന്നു പറയാമല്ലോ. അങ്ങനെ ഒരാൾ ഒത്തുതീർപ്പ് രീതിയിൽ വരുമെന്ന് അതല്ല KC വേണുഗോപാലും വ്യക്തത വരുന്നു. ഞാൻ പറയാം, KC വേണുഗോപാലും മുഖ്യമന്ത്രിയാകാൻ അർഹനാണ്. ഞാൻ രമേശ് സതീശന് KC വേണുഗോപാലും അർഹനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? പക്ഷേ MLA-മാർ ഭൂരിപക്ഷം ഒരാളുടെ പേര് പറഞ്ഞാൽ അതിപ്പോൾ KC വേണുഗോപാലിൻ്റെ ആയാലും പറഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്നതിനകത്ത് തടസ്സം. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ അയോഗ്യനല്ല. ഇവർക്കാർക്കും ഒരു അയോഗ്യതയുമില്ല. ഇപ്പം കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല, കോൺഗ്രസിൻ്റെ ശക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള കൂടുതൽ ആളുകൾ, എവിടെയും സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള കൂടുതൽ ആളുകൾ. അത് കോൺഗ്രസിൻ്റെ വീക്ക്നെസ് അല്ല, കോൺഗ്രസിൻ്റെ ശക്തിയാണ്. ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്, യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവരിൽ ആരാകുമെന്ന് പ്രവചിക്കാൻ എനിക്ക് കഴിയില്ല. ആരുമാകാം. ഇപ്പോൾ ഈ ഡീൽ എന്നുള്ള ആരോപണം വരുന്നുണ്ട് CPM-ഉം BJP-യും തമ്മിൽ. എന്തിനാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ആരോപണം വെക്കുന്നത്? അത് തെളിവാണ് അതിനുള്ളത്. ഇത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒരു വസ്തുത പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോഴേ ഈ റാന്നിയിലൊരു സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞു മനസ്സിലായി, ആ റാന്നി സീറ്റ് 2020-യുടെ ഒരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാത്ത, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്ത ഒരാളെ കൊണ്ട് BJP-യിൽ NDA-യുടെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ NDA-ക്ക് അങ്ങനെ സ്ഥാനാർത്ഥി 2020-ക്ക് 20 സീറ്റും കൊടുത്തു. 2020 ഇവിടെ സാബു എൻ്റെ സുഹൃത്താണ്, പക്ഷേ സാബു ജയിക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 2020-ക്ക് ഈ എറണാകുളം ജില്ലയിലല്ലാതെ പുറത്തെവിടാണ്? ഇപ്പം 2020-ക്ക് എന്തിനാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്? ഇപ്പം പാലക്കാട്ട് തന്നെ ഉദാഹരണമാണല്ലോ പറഞ്ഞത്. പാലക്കാട്ട് തന്നെ അത് സംശയമാണ്. BJP 2ാം സ്ഥാനത്ത് വന്നതാണ് ബൈ ഇലക്ഷനിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ 2ാം സ്ഥാനത്ത് വന്നത്
അവർ നിർത്തിയ സ്ഥാനാർത്ഥി അല്ല CPM രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനുള്ള സ്ഥാനാർത്ഥിയാകുന്നു BJPയുടെ. അതായത് ഈ BJPയിലെ എന്താ പറയുന്നത് ഒരു എന്നാ നല്ലൊരു നേതാവ് ഉണ്ടല്ലോ. അപ്പം ആ നേതാവ് വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള CPM ശ്രമിക്കേണ്ടത് എന്തുവാ അവർക്ക് എത്ര പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ ഒരാളെ നിർത്തി ശോഭാ സുരേന്ദ്രൻ നേരിടാനല്ലോ നോക്കേണ്ടത്. അവിടെ ഒരു വീക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി. അതിൻ്റെ ഉദ്ദേശം എന്താ? പക്ഷെ അങ്ങനെയാണെങ്കിൽ മുമ്പ് നേമത്ത് സംഭവിച്ചിട്ടുണ്ട്. അവിടെ വീക്ക് UDF ആണ്. അല്ല, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഞാൻ മുമ്പത്തെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, ഞാനത് പഠിച്ചിട്ടില്ല, എനിക്ക് അത്. പക്ഷെ ഞാൻ ഇപ്പോൾ കാണുന്ന കാര്യമാണ് പറഞ്ഞത്. അതായത് പല മണ്ഡലങ്ങളിൽ BJPക്ക് സ്വാധീനം ഉള്ള മണ്ഡലങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ ജയിച്ചില്ലേലും മുന്നോട്ട് പോകാവുന്ന മണ്ഡലങ്ങളിൽ പുറമോട്ട് പോകുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് CPM പോലൊരു പാർട്ടിക്ക് എന്തിനാണ് ചെയ്യുന്നത്? മനസ്സിലായോ? അപ്പോൾ BJP എന്തിനാണ് ചെയ്യുന്നത്? അവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ CPM പാലക്കാട്ട് നിർത്തിയതുപോലെ പല മണ്ഡലങ്ങളിലും BJP വീക്ക് സ്ഥാനാർത്ഥികളെ അറിഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കും. ഡീൽ ആരോപണം എന്തായാലും ഉണ്ടാകും. അല്ല അങ്ങനെ ചെയ്താൽ ഈ സാഹചര്യം നോക്കുമ്പം ഡീലെന്ന് പറയാതിരിക്കാൻ എങ്ങനെ പറ്റും? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പെർസെപ്ഷനാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന പെർസെപ്ഷനില്ല, ജനങ്ങളുടെ പെർസെപ്ഷൻ അല്ലെ കാഴ്ചപ്പാടില്ല ആണല്ലോ. അല്ല, പൊളിറ്റിക്സ് തീരുമാനം എടുക്കുന്നത് അത് എന്താ പറയുക, ഒരു കോൺക്രീറ്റായ കാര്യങ്ങളല്ല, പെർസെപ്ഷൻസാണ്. അപ്പോൾ ഇവിടെ ആ പെർസെപ്ഷൻ വെച്ച് നോക്കിയാൽ ഈ BJPയെ ജയിപ്പിക്കാൻ പാലക്കാട്ടും CPMനെ ജയിക്കാൻ പല മണ്ഡലങ്ങളിലും NDAയുടെ സ്ഥാനാർത്ഥികൾ ഉതകുന്നതാണ് തരത്തിലാണ്. കാര്യം NDAയുടെ വോട്ടർമാരെല്ലാം സ്ഥാനാർത്ഥിക്ക് ചെയ്യത്തില്ല, അപ്പോൾ ഉതകുന്ന തരത്തിലാണ്. അതെന്തിനാണ് പിന്നെ NDA ചെയ്യുന്നത്? കാര്യമുണ്ട്. NDAയ്ക്കും CPMനും ഓരോ ലക്ഷ്യമുണ്ട് കേരളത്തിൽ. എന്തുവാണ് എന്തുവാണല്ലേ രണ്ടുപേരുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്ന്. പിണറായി വിജയൻ്റെ ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്ന്. ഇപ്പം പിണറായി വിജയൻ തന്നെ ഞാൻ പറയാമല്ലോ, പ്രസംഗങ്ങളൊക്കെ എടുക്കുക. ഈയിടയിലുള്ള പ്രശ്നം രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്നുള്ളൂ, മോദിക്കെതിരെ പേര് പറഞ്ഞ ഒരു അറ്റാക്ക് നടത്തുന്നുണ്ടോ? ഗവൺമെൻറ് സാമ്പത്തികമായി തരുന്നില്ല എന്നൊക്കെ ഒരു വാചകം പറയുന്നല്ലാതെ ശ്രീ നരേന്ദ്രമോദിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? അതേസമയത്ത് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യാൻ പുള്ളി എന്തെല്ലാമാണ് പറയുന്നത്? എന്താ അതിൻ്റെ കാര്യം? അതായത് അത് ഡെലിബറേറ്റാണ് എന്ന് പറഞ്ഞാൽ NDAയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളുമായി ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ ഇല്ല ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അതുവഴി ഈ കുറേ മണ്ഡലങ്ങളിൽ അതറിയാം, അവർ തമ്മിൽ ഉണ്ട് ഒരു എന്ത് ധാരണയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണവും ശ്രീ പിണറായിയുടെ പ്രസംഗങ്ങളും ഈ നിലപാടുകളെല്ലാം കാണുമ്പോൾ ഒരു രഹസ്യ ധാരണ ഉണ്ടെന്നുള്ള കൺക്ലൂഷനിൽ മാത്രമേ എത്തിച്ചേരാൻ പറ്റുള്ളൂ. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ഇല്ലാത്തത് ഒരു തിരിച്ചടി ഉണ്ടാക്കുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചു. 2021 മാണി ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഒരു തിരിച്ചടി UDFന് ഉണ്ടാക്കുമോ? ഇപ്പോൾ മലബാർ സൈഡിൽ വടക്കൻ കേരളത്തിൽ UDF ഇത്തവണ ശക്തമായിരിക്കുമെന്ന രീതിയിലാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ മധ്യ കേരളത്തിൽ ഈ 2021 സമാനമായത് സംഭവിക്കുമെന്നാണ് ഈ കേരള കോൺഗ്രസ് മാണി ഇല്ല. അതെന്താണ്? പക്ഷെ ആഗ്രഹിച്ചിരുന്നു അവരെ കൊണ്ടുവരുവാൻ. അല്ല, അതിപ്പോൾ ഞാൻ പറയില്ല. ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അവരെ വാസ്തവത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ളതാണ്. അവരുടെ ശരിയായ ആഗ്രഹം എന്ന് പറയുന്നത് UDF ഇരിക്കാൻ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേക സാഹചര്യത്തിൽ അവർ ഇടതുപക്ഷത്തിലായതാണ്. ഇപ്പോഴും അവരുടെ ആഗ്രഹവും അവരുടെ അണികളുടെയും ഒക്കെ ആഗ്രഹം, നേതാക്കളുടെ ആഗ്രഹം, ജോസ് കെ മാണി പോലും UDF വരാൻ ആഗ്രഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമാണ്. അവരുടെ അണികൾ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധരാണ്. അവരുടെ അണികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ അണികൾ ഈ മധ്യ തിരുവിതാംകൂറിലെ പ്രത്യേക പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് എനിക്ക് വ്യക്തമായി പറയാം. കഴിഞ്ഞ പ്രാവശ്യം മാണി കേരള കോൺഗ്രസിന് വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവർ ഇത്തവണ ചെയ്യാൻ പോകുന്നില്ല. അത് റാന്നിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നത്.
അവിടെ പോലും അവരുടെ അണികൾ ഇത്തവണ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. കാര്യം അവരും ഈ ഭരണം കണ്ടു. അവർക്ക് സ്വാഭാവികമായി യോജിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തു. ഇത്തവണ അത് ഉണ്ടാകത്തില്ല. മധ്യ കേരളത്തിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ആളുകളും UDF വോട്ട് ചെയ്യും. എന്തായാലും താങ്കളുടെ ഒരു ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം 100+ എന്നുള്ളതാണ്. അതെ 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 അതെ. അത് ആര് മുഖ്യമന്ത്രി ആയാലും പ്രശ്നമല്ല. ആ ഒരു പ്രശ്നമല്ല. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം ആര് മുഖ്യമന്ത്രിയാകണമെന്നല്ല, ഈ മുഖ്യമന്ത്രി ഒഴിയണമെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ. ഈ മുഖ്യമന്ത്രി എഴുതിയാൽ ഉറങ്ങിയാൽ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ. എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കെല്ലാം അതാണ്. എന്നോട് പലരും സംസാരിക്കും. ഞാനിങ്ങനെ ഇവിടെയൊക്കെ നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തല വേദിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഒരു രമേശ് ചെന്നിത്തലയും ആകാമെന്നേ പറഞ്ഞുള്ളൂ. ആ വാചകം അപ്പാടെ പറഞ്ഞാൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയും ആകാം മുഖ്യമന്ത്രി. ഞാൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്ന ആള് ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാമെന്ന് പറഞ്ഞതാണ്. അത്രയേ ഉള്ളതിനർത്ഥം. അവിടെ അല്ലാതെ അത് മറ്റൊരാളുടെയും താഴ്ത്തിക്കെട്ടാനോ അതിനകത്തില്ല. ഞാനത് ഉറപ്പിച്ചു. മുഖ്യമന്ത്രി യോഗ്യർ ഒന്നിലധികമുണ്ട്. അവരിൽ ആര് വേണേയാകാം. അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട് പാർട്ടിക്ക്. ആ പ്രൊസീജിയർ പാലിച്ച് തിരഞ്ഞെടുക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ആരാ മുഖ്യമന്ത്രിയുള്ള ഇപ്പോൾ പ്രശ്നമേ അല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഭരണം മാറണം എന്നുള്ളത് തന്നെയാണ്. ഈ വാർത്ത വന്നപ്പോൾ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇപ്പോൾ ഇങ്ങനെ താങ്കൾ അങ്ങനെ പറഞ്ഞു? ഞാനിങ്ങനെ പറയുന്നത് അവർക്കെല്ലാം അറിയാം. എന്നെ അവർക്കെല്ലാം അറിയാം. അത് അതിനകത്തൊരു പ്രശ്നമില്ല. ഞാൻ എനിക്ക് അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയാണെന്ന് വ്യക്തമായി പറയണ്ടേ തുറന്ന് പറയുന്ന ആളാണ് ഞാൻ. അല്ലാതെ അതിന് ചിലപ്പോഴും ആകാമെന്നൊന്നും പറയത്തില്ല. ഞാൻ മുഖ്യമന്ത്രി ആകേണ്ട ആളാണെന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അങ്ങനെ അഭിപ്രായത്തെ മനസ്സിൽ വെച്ച് മാറ്റുന്ന ആളല്ല. പക്ഷേ എൻ്റെ പോയിൻ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യം ജയിക്കുക എന്നുള്ളതാണ്. ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ ആരും മുഖ്യമന്ത്രി ആകട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല. കേരള ജനതയുടെ താല്പര്യം അത് തന്നെയാണെന്ന്. ശരി, നന്ദി. ഓക്കെ, താങ്ക് യു.